മധുര സ്വപ്നങ്ങളേകും ജയലക്ഷ്മി. കിന്നാരം ചൊല്ലും ജയലക്ഷ്മി. മനോമോഹിനിയായ ജയലക്ഷ്മി. മധുര സ്വപ്നങ്ങളേകും ജയലക്ഷ്മി. Celebrations in Silk since 1947. മനസ്സിലെ തളിർമരത്തിൽ ഒരു കിളി ചിറകടിച്ചു. സ്വപ്നങ്ങൾ വർണ്ണങ്ങളായിരം മോഹങ്ങൾ മുട്ടിട്ടു പൂവണിഞ്ഞു. ആകാശിന്റെ സ്വപ്നങ്ങളിൽ സ്വർണ്ണമിന്നണിയിച്ചു. ലാ, 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 ലാ. സവർണ്ണ സുന്ദര സ്വപ്നമെന്നാലോ നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് എപ്പോഴും ഒരു പണത്തൂക്കം മുന്നിൽ. എന്റെ മഴക്കിന്റെ പോപ്പി, എന്റെ മഴക്കിന്റെ പോപ്പിക്കൂടാ. എന്റെ മഴക്കിന്റെ പോപ്പി, എന്റെ മഴക്കിന്റെ പോപ്പിക്കൂടാ. കോപ്പിക്കുടയിലെ പിന്നെ മഴയിൽ ദിനാണെന്റെ പൊന്നച്ചാരേ. എന്റെ മഴക്കിന്റെ പോപ്പി, എന്റെ മഴക്കിന്റെ പോപ്പിക്കൂടാ. എന്റെ മഴക്കെന്റെ കോപ്പി, എന്റെ മഴക്കെന്റെ കോപ്പിക്കുട. എന്റെ മഴക്കെന്റെ കോപ്പി. എന്റെ മഴക്കിന്റെ പോപ്പി, എന്റെ മഴക്കിന്റെ. നിർമ്മ നിർമ്മ वॉशिंग पाउडर निर्मा, वॉशिंग पाउडर निर्मा. दूध जसं घेतो निर्मा ले जायचं. रंगीन कपडा ले खिलय खिलय दिवचं. निर्मा ले जादू गयो. वॉशिंग पाउडर निर्मा. थोड़ा पाउडर मा काच घेरे आवले. घर भर का कपड़ा झिलमिली खारने. हेमा रेखा जया आणि सुषमा सबको पसंद निर्मा. वॉशिंग पाउडर निर्मा. थोड़े दाम में निकलो जालो पाले निर्मा. दिसले तर घर घर मा आयो निर्मा. वॉशिंग पाउडर निर्मा, वॉशिंग पाउडर निर्मा निर्मा. ഹലോ ഡിയർ സ്റ്റുഡൻസ്, എ വെരി ഗുഡ് മോർണിംഗ് ടു വൺ ആൻഡ് ഓൾ. കുറേ നല്ല നൊസ്റ്റാൾജിക് മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പരസ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. ഓക്കെ, ഹോപ്പ് യു ഗോട്ട് ദി ഐഡിയ ദാറ്റ് വി ആർ ഗോയിങ് ടു ബിഗിൻ എ ചാപ്റ്റർ, ദ ഫോർത്ത് മൊഡ്യൂൾ കോൾഡ് ആസ് advertising. Yes, so it's the new topic of the day or for the coming days, advertising. That is the fourth module. So what is advertising? പരസ്യപ്പെടുത്തൽ അല്ലേ? എന്താണ് പരസ്യം? പരസ്യം ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എപ്പോൾ തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളാണ്? എന്താണ് അഡ്വർടൈസിങ്? വാട്ട് ആർ ഇറ്റ്സ് അഡ്വാൻറ്റേജസ്? വാട്ട് ആർ ഇറ്റ്സ് ഡിസഡ്വാൻറ്റേജസ്? ഹൗ വെൽ വി ക്യാൻ ഇൻട്രൊഡ്യൂസ് എ പ്രോഡക്റ്റ് യൂസിങ് ദിസ് അഡ്വർടൈസ്മെൻറ്റ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ കടന്നു പോകുന്നത്. ഹോപ്പ് യു ഹാഡ് ഗോൺ ത്രൂ ദ സെയിം ടോപ്പിക്സ് ഓർ സെയിം കോൺസെപ്റ്റ് വൈൽ യു ഹാഡ് ലേൺ ജേർണലിസം ആൻഡ് ഓൾ ദാറ്റ്. സോ ദിസ് ഇസ് എ കൈൻഡ് ഓഫ് റിവിഷൻ ഇൻ ദിസ് പേപ്പർ, റൈറ്റിംഗ് ഫോർ ദി മീഡിയ. അഡ്വർടൈസിംഗ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു റിവിഷൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ ദ ചാപ്റ്റർ. The concept of advertising is as old as the human civilization. Wow. അപ്പോൾ ഹ്യൂമൻ സിവിലൈസേഷൻ എത്രമാത്രം പഴയതാണോ അത്രമാത്രം തന്നെ പഴക്കമുണ്ട് അഡ്വർടൈസിങ്ങിന് എന്ന് പറയുമ്പോഴത്തേക്കും. നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ ഇൻ ഡിഫറെൻറ്റ് or in various civilizations we can see different forms of advertisements. So let's go through that. Today in the 21st century, the world of advertising has become a very dynamic, creative and challenging world which tells us the story of product evolution and its endless possibilities in the world in which we live.
ഡെഫിനറ്റ്ലി നമ്മളൊരു പരസ്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ആ പരസ്യത്തിൽ ആ കാണിക്കുന്ന പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റിൻ്റെ ഇവല്യൂഷൻ, ഹൗ ദിസ് പ്രോഡക്റ്റ് ഇസ് ഹെൽപ്പിംഗ് അസ് ഇൻ എ ഡേ ടു ഡേ ലൈഫ്. ഈ പ്രോഡക്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുക പോലും ചെയ്യില്ല എന്നുള്ളൊരു ഫിലോസഫി ആയിരിക്കും മിക്കവാറും എല്ലാ പ്രോഡക്ട്സും തരുന്നത്. ഈ സോപ്പിട്ട് കുളിച്ചില്ലെങ്കിൽ എന്നെ ആരും നോക്കില്ല, ഇന്ന ഗോൾഡ് ഇട്ടില്ലെങ്കിൽ എന്നെ ആരും കല്യാണം കഴിക്കാൻ വരില്ല, ഇന്ന സാരി ഉടുത്തില്ലെങ്കിൽ എന്നെ ഒരു പെണ്ണായിട്ട് ആരും കൺസിഡർ ചെയ്യില്ല, ഇന്ന ഷേവിങ് ക്രീം, ഇന്ന ഷേവിങ് ടൂൾ യൂസ് ചെയ്തില്ലെങ്കിൽ എന്നെ ഒരു പുരുഷനായിട്ട് അംഗീകരിക്കില്ല എന്നൊക്കെയുള്ള, അല്ലെങ്കിൽ കുട്ടികൾക്കാണെങ്കിൽ ഇന്ന ഡ്രിങ്ക് കുടിച്ചില്ലെങ്കിൽ കുട്ടികൾ വളരില്ല എന്നൊക്കെയുള്ള ഡിഫറെൻറ്റ് കോൺസെപ്റ്റ്സിലൂടെയാണ്, അല്ലെങ്കിൽ അത്തരം കോൺസെപ്റ്റുകൾ പ്രൊപ്പഗാൻഡൈസ് ചെയ്യുന്ന പ്രോഡക്ട്സിൻ്റെ പരസ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇറ്റ് ഗിവ്സ് എ സോർട്ട് ഓഫ് എൻഡ്ലെസ് പോസിബിലിറ്റീസ് ഇൻ ദ വേൾഡ് ഇൻ വിച്ച് വി ലിവ്. So these advertisements or this advertising world, it has become a kind of dynamic, creative and challenging world which tells the story of a product and its evolution. Advertising is unique as it is a powerful tool of communicating ideas, information, integrating writing, mixed and remixed images, layout, sound, gesture, speech and 3D objects. Just think about the advertising world, how much technology they are using, just like making a film or a film making process. So hope you might have learned about the film making process in the previous chapters and all that. It has got 3 basic stages: a kind of pre-production stage where we have to write a script and a proper screenplay should be made, casting, budget, setting, everything should be made according to that particular advertisement. And there will be a production stage where the actors would come and act. Just think about the advertisements that we are watching, where we can see celebrities from different streams or different walks of life. അതിൽ ഫിലോസഫേഴ്സ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ പ്രൊഫഷണൽസ് ഉണ്ടായിരിക്കും, ആക്ടേഴ്സ് ഉണ്ടായിരിക്കും, സ്പോർട്സ് പേഴ്സൺസ് ഉണ്ടായിരിക്കും, ഈവൻ പൊളിറ്റിക്കൽ ഫീൽഡിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരിക്കും. അങ്ങനെ ഒത്തിരി മേഖലകളിൽ നിന്നുള്ള ആൾക്കാരും റിയൽ ലൈഫ് സിറ്റുവേഷൻസും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നൊരു ആഡ് കാണുന്നത്, അല്ലെങ്കിൽ പല ആഡുകളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് it is a long process, it is a difficult process, just like film making. ഒരു സിനിമ ചിത്രീകരിക്കാൻ എടുക്കുന്ന അത്രയും ഇല്ലെങ്കിൽ പോലും, ഒരു ഫീച്ചർ ഫിലിമിനുള്ള അത്രയും ബുദ്ധിമുട്ടില്ലെങ്കിൽ പോലും, ഏകദേശം ഒരു ഷോർട്ട് ഫിലിമിന് എടുക്കുന്ന അത്രയും പ്രോസസ്സിലൂടെയും അത്രയും എഫേർട്ടിലൂടെയും തന്നെയാണ് ഒരു നല്ല അഡ്വർടൈസ്മെൻറ്റ് നമ്മിലേക്ക് എത്തുന്നത്. ആൻഡ് തിങ്ക് അബൌട്ട് ആൻ അഡ്വർടൈസ്മെൻറ്റ് വിത്ത് ഓൾ ദോസ് 3D ഇമേജസ്, ഗ്രാഫിക്സ് ആൻഡ് ഓൾ ദാറ്റ്. അതിന് ഒത്തിരി പോസ്റ്റ് പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസും VFXും ഒക്കെ ഒത്തിരി ടെക്നോളജിക്കലായിട്ടുള്ള അഡ്വാൻസ്മെൻറ്റ്സും നീഡഡായിട്ട് വരുന്ന പരസ്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. സോ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് പവർഫുൾ ടൂൾ. എന്തിനാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത്? ടു കമ്മ്യൂണിക്കേറ്റ് ദ പ്രോഡക്റ്റ്, ദ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദാറ്റ് പ്രോഡക്റ്റ്, ഹൗ ടു യൂസ് ഇറ്റ്, വാട്ട് ആർ ഇറ്റ്സ് അഡ്വാൻറ്റേജസ് എന്നൊക്കെ നമ്മിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ടാസ്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിങ്കിങ് അബൌട്ട് ദ ഹിസ്റ്ററി ഓഫ് അഡ്വർടൈസിങ്, അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വി ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഡേറ്റ്സ് ബാക്ക് ടു ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. സോ in different references we can see this Egyptian civilization which is early as 3000 BC, over 5000 years ago. അവിടെ അവർ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ആയിട്ടുള്ള മെസ്സേജസ് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒബലിസ്ക്സ് എന്ന് പറയുന്ന സ്ട്രോങ് ആയിട്ടുള്ള റെക്ടാങ്കുലർ പില്ലേഴ്സിലൂടെ, അല്ലെങ്കിൽ നാമ പ്ലേറ്റ്, നാമർ ഇസ് ദ നെയിം ഓഫ് ദ ഫസ്റ്റ് ഡൈനാസിറ്റി കിങ്ങിൻ്റെ പേരാണ് നാമ പാലറ്റ് എന്ന് പറയുന്ന ആ ഒരു രീതിയിലൂടെ, ഇറ്റ് ഇസ് എ സെറമോണിയൽ എൻഗ്രേവിങ്, ഇങ്ങനെയൊക്കെയുള്ള രീതികളിലൂടെ the oldest version of advertisement അവർ ചെയ്തിരുന്നു. Just think about that period. It was a pre-printing era. പ്രിൻറ്റർ അല്ലെങ്കിൽ പ്രിൻറ്റിംഗ് എന്ന് പറയുന്ന പേപ്പർ ഉണ്ട്. ഡെഫിനറ്റ്ലി പാപ്പിറസിൽ നമുക്ക് കാണാൻ പറ്റും. തീബ്സിലാണ് ഏറ്റവും പ്രോസ്പറസ് ആയിട്ടുള്ള സിറ്റി എന്നറിയപ്പെടുന്ന തീബ്സിലാണ് ആദ്യത്തെ പാപ്പിറസിലുള്ള അഡ്വർടൈസ്മെൻറ്റ് കാണും. പാപ്പിറസ് ഓൾസോ വി നോ ദാറ്റ് പാപ്പിറസ്, ദാറ്റ് പേപ്പർ, ദാറ്റ് വേർഡ് കെയിം ഫ്രം ദ വേർഡ് പാപ്പിറസ്. ഈജിപ്ഷ്യൻ ആണ്, അവിടെ വളരുന്ന ആ ചെടിയിൽ നിന്നാണ് പേപ്പർ എന്ന് പറയുന്ന സംഭവം ആദ്യമായിട്ട് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ അവിടെയാണ് ആദ്യത്തെ അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ കാണുന്നത്. അതിനുമൊക്കെ മുന്നേ ഈ പറയുന്ന ഒബലിസ്കുകളിലും നാമ പാലറ്റിലും ഒക്കെയാണ് അവർ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് മെസ്സേജസ് പാസ് ചെയ്തുകൊണ്ടിരുന്നു വെച്ചത്. ദ ഓൾഡസ്റ്റ് അഡ്വർടൈസ്മെൻറ്റ് ഇൻ ദ വേൾഡ് ഇസ് ഫൗണ്ട് ഇൻ Thebes. That's why it said that history of advertising dates back to Egyptian civilization. So what was in that advertisement? ആ അഡ്വർടൈസ്മെൻറ്റിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ, it was made by a seller of fabrics called ഹാപ്പു എന്ന് പറയുന്ന ഒരു ഫാബ്രിക് സെല്ലർ, ഒരു തുണിക്കച്ചവടക്കാരൻ കൊടുത്ത പരസ്യമായിരുന്നു അത്. ആൻഡ് വാട്ട് വാസ് ഹിസ് അഡ്വർടൈസ്മെൻറ്റ്? He claimed that he would give a reward, a whole piece of gold, to those who report the whereabouts of the slave called as Shem.
and return him to the store where the most beautiful of fabrics are woven for each person's taste. എന്താണ് പരസ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പേപ്പറിൽ അച്ചടിച്ചിരിക്കുകയാണ്. അയാളുടെ കയ്യിൽ നിന്നും ഒരു അടിമ, അന്ന് സ്ലേവറിയുള്ള കാലഘട്ടമാണ്, ഷെം എന്ന് പറയുന്ന ഒരു സ്ലേവ് ചാടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ആ ചാടിപ്പോയ സ്ലേവിനെ പിടിച്ചു കൊണ്ടുവരുന്ന ആൾക്ക് ഒരു ഹോൾ പീസ് ഓഫ് ഗോൾഡ് റിവാർഡായിട്ട് കൊടുക്കുന്നതായിരിക്കും. ആൻഡ് പിടിച്ചു കൊണ്ടുവരേണ്ടത് എങ്ങോട്ടേക്കാണ്? റിട്ടേൺ ഹിം ടു ദ സ്റ്റോർ വേർ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫാബ്രിക്സ് ആർ വുവൻ ഫോർ ഈച്ച് പേഴ്സൺസ് ടേസ്റ്റ്. ഓരോ മനുഷ്യൻ്റെയും രുചിക്ക്, അഭിരുചിക്ക് ചേരുന്ന തരത്തിലുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ക്ലോത്ത്സ് നെയ്ത് കൊടുക്കുന്ന എൻ്റെ കടയിലേക്ക് ഈ ഷെമ്മെന്ന് പറയുന്ന സ്ലേവിനെ കൊണ്ടുവന്ന് തരുന്ന ആൾക്ക് ഹോൾ പീസ് ഓഫ് ഗോൾഡ് സമ്മാനം കൊടുക്കും എന്നാണ് അഡ്വർടൈസ്മെൻറ്റിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇൻ എ സട്ടിൽ വേ he was advertising his product while drawing the attention. ഡെഫിനറ്റ്ലി ഒരു ലുക്ക് ഔട്ട് നോട്ടീസോ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ഈ പറയുന്ന സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള നോട്ടീസൊക്കെ ആണെങ്കിൽ ആരായാലും വായിക്കും. അപ്പോൾ അത് വായിക്കുന്ന വഴി ആ ആളുകളുടെ അറ്റൻഷൻ അയാൾ പിടിച്ചു പറ്റുന്നു. അതോടൊപ്പം തന്നെ അയാൾ എങ്ങോട്ടേക്കാണ് കൊണ്ടുവരേണ്ടത്? എൻ്റെ ഏറ്റവും മുന്തിയ ഇനം വസ്ത്രങ്ങൾ വിൽക്കുന്ന കടയിലേക്ക് കൊണ്ടുവരുന്നത്. സോ ഇൻ എ സട്ടിൽ വേ ഹി വാസ് ടെല്ലിങ് അബൌട്ട് ഹിസ് ഷോപ്പ്. He is a seller of fabrics and there we can get different fabrics according to each person's taste എന്ന് അദ്ദേഹം പറഞ്ഞു പോവാണ്. ഷെമ്മെന്ന് പറയുന്ന അടിമനെ കിട്ടിയോ ഇല്ലയോ എന്ന് അറിയത്തില്ല. Anyway, he would have made a grand profit out of this advertisement. That's definite. Maybe ആ റിവാർഡായിട്ട് കൊടുക്കാം എന്ന് പറഞ്ഞാൽ ഗോൾഡൊക്കെ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കച്ചവടം കുറച്ചുകൂടെ പ്രോസ്പെറസ് ആയിട്ട് കൊണ്ടുപോയെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഇതായിരുന്നു അന്നത്തെ ആ ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഒരു കണ്ടൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഇൻ എ പാപ്പിറസ്. So this was regarding the oldest advertisement which is found from Thebes. And commercial messages and political campaigns. This was the advertisement way used in Pompeii and Arabia. Pompeii and Arabiaയിൽ കൂടുതലായിട്ടും കൊമേഴ്ഷ്യൽ മെസ്സേജസും പൊളിറ്റിക്കൽ ക്യാമ്പയിൻസും ഒക്കെയാണ് അഡ്വർടൈസ്മെൻറ്റ് എന്ന രൂപേണ നടത്തിയിരുന്നത്. ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് ആഡ്സ് ഓൺ പാപ്പിറസ് were the advertisement tactics made by ancient Greece and ancient Rome. അപ്പോൾ ഏൻഷ്യൻ ഗ്രീസിലും ഏൻഷ്യൻ റോമിലും ഈവൻ ഗ്ലാഡിയേറ്റർ ഗെയിം കണ്ടക്ട് ചെയ്യുന്നതിനുള്ള നോട്ടീസുകളും ഒക്കെ ആ രൂപത്തിലാണ് അവിടെയൊക്കെ അഡ്വർടൈസ്മെൻറ്റുകൾ നടത്തിയിരുന്നത്. അപ്പോൾ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് ആഡ്സ് ആണ് കൂടുതലും, അതും പാപ്പിറസിലായിട്ടുള്ള ആഡുകളാണ് കൂടുതലും ഏൻഷ്യൻ ഗ്രീസിലും ഏൻഷ്യൻ റോമിലും പ്രചാരത്തിലുണ്ടായിരുന്നത്. ആൻഡ് ട്രഡീഷണൽ വാൾ പെയിൻറ്റിങ്ങിലൂടെ അഡ്വർടൈസ്മെൻറ്റ് നടത്തുന്ന രീതിയായിരുന്നു എവിടെ ഉണ്ടായിരുന്നത്? ഇൻ അവർ ഓൺ കൺട്രി ഇന്ത്യ, ഓൾമോസ്റ്റ് 4000 BCയിൽ. And oral advertisement was the practice that followed by Chinese people. Okay, and it was recorded in the classic of poetry. ഇങ്ങനെ ഓറൽ അഡ്വർടൈസ്മെൻറ്റ് ചൈനീസ് കൾച്ചറിൽ നടത്തിയിരുന്നു, പണ്ട് അവർ ഏൻഷ്യൻ ചൈനയിൽ നടത്തിയിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകൾ ക്ലാസിക് ഓഫ് പോയട്രിയിൽ നിന്ന് എവിഡൻ്റായിട്ട് റെക്കോർഡിക്കലായിട്ട് കിട്ടിയിട്ടുണ്ട്. And when we look for the evidence, we can see that world's first identified printed advertisement was found in a bronze plate printed square sheet of paper with a rabbit logo in it. It was engraved that Jinan Louis Fine Needle Shop. അപ്പോൾ ജിനാൻ ലൂയിസ് ഫൈൻ നീഡിൽ ഷോപ്പ് എന്ന് പറയുന്നൊരു പരസ്യം ഒരു റാബിറ്റിൻ്റെ ലോഗോയോടുകൂടെ വെച്ചിട്ടുള്ളതാണ് ലോകത്തിലെ ഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള ആദ്യത്തെ പ്രിൻറ്റഡ് അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് കണക്കാക്കുന്നത്. അതായത് പ്രിൻറ്റിങ് തുടങ്ങിയിട്ടുള്ള ആ ഒരു കാലഘട്ടത്തിലുള്ള അവസ്ഥയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. And we go through the Middle Ages, we can see that they used images for advertisement. For example, if you are a cobbler, you will be using the boot ആസ് യുവർ ഇമേജ്. സോ ഒരു ബൂട്ടിൻ്റെ ഇമേജ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ ഒരു ചെരുപ്പ് കടക്കാരനുണ്ട്, അങ്ങോട്ട് പോവാം. ഓർ ഇഫ് യു ആർ കീപ്പിംഗ് എ സ്യൂട്ട്സ് ഇമേജ് ഇൻ ഫ്രണ്ട് ഓഫ് യുവർ ഷോപ്പ്, people will understand, okay, it's tailor, he's a tailor. Or if it is a diamond, they will think, okay, it's a blacksmith. അപ്പോൾ അങ്ങനെ ഇമേജസ് വെച്ചിട്ടാണ് ആൾക്കാർ, ബിക്കോസ് ദ റീഡിങ് ഇറ്റ് വാസ് നോട്ട് ദാറ്റ് മച്ച് ഈസിയർ ഫോർ ജനറൽ folk or for a layman. They have to identify the things by seeing, by viewing these images. So മിഡിൽ ഏജസിൽ നമ്മൾ കൂടുതലും ഇമേജസിലൂടെയാണ് അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിരുന്നത്. ആൻഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് വിൽക്കുന്ന ആൾക്കാരാണെങ്കിലോ പണ്ട് കാലത്തെ ഒരു ടെക്നിക്കായിരുന്നു ടൗൺ ക്രയേഴ്സ് എന്ന് പറയുന്ന ഒരു രീതി. ടൗൺ ക്രയേഴ്സ് ബേസിക്കലി they were also called as bellman. ഈ ബെൽമാൻ എന്ന് പറയുന്ന പല സ്ഥലങ്ങളിലും അയാളെ ബെൽമാൻ എന്നാണ് അറിയപ്പെടുന്നത്, ചില സ്ഥലങ്ങളിൽ ടൗൺ ക്രയേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അവർ ഈ പറയുന്ന പോലെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കിങ്ങിൻ്റെ അങ്ങനെയുള്ള പ്രൊനൗൺസ്മെൻറ്റ്സും അനൗൺസ്മെൻറ്റ്സൊക്കെ നടത്താനായിട്ട് വരുന്ന ആളുകളാണ്.
ഇതിൻ്റെ ഒരു വകഭേദം എന്നോണം സ്ട്രീറ്റ് കോളേഴ്സ് ഓർ സ്ട്രീറ്റ് ക്രയേഴ്സ് ഉണ്ടായിരുന്നു. ഈ കച്ചവടക്കാർ, പഴക്കച്ചവടക്കാർ ഉറക്കെ വിളിച്ച് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിൽ മീൻ വിൽക്കാൻ വരുന്ന ആൾക്കാർ പറയുന്ന പോലെ തന്നെ തക്കാളി 1 കിലോ, ഓറഞ്ച് 3 കിലോ 100 എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിളിച്ച് പറയുന്ന ആൾക്കാരെ, അതിന് വേണ്ടിയിട്ട് പ്രത്യേകം പ്രൊഫഷണലി ആൾക്കാരെ നിർത്തും. അവരിത് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇൻ വാഗൺ ദേ വിൽ ബി സെല്ലിംഗ് ഓൾ ദീസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആൻഡ് ദീസ് ടൗൺ ക്രയേഴ്സ് ഓർ സ്ട്രീറ്റ് കോളേഴ്സ് ദേ വിൽ ബി മേക്കിംഗ് ഇൻ ദിസ് അനൗൺസ്മെൻറ്റ്സ് റിഗാർഡിംഗ് ദ പ്രോഡക്റ്റ്. സോ 15th century, ദാറ്റ് ഈസ് പ്രീ പ്രിൻറ്റിംഗ് പീരീഡിന് മുന്നേ ഉള്ള കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന 3 ബേസിക് ആയിട്ടുള്ള ഫോംസ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞതൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് സിമ്പിളായിട്ട് എഴുതാം. ഫസ്റ്റ് വൺ വാസ് ട്രേഡ് മാർക്സ്. ട്രേഡ് മാർക്സ് മീൻസ് അറ്റാച്ചിങ് എ സീൽ ഓർ മാർക്ക്. ആ ആളുടെ പ്രൊഫഷനുമായി ബന്ധപ്പെടുന്ന വളരെ ക്ലാസ് ആയിട്ടുള്ള എലഗൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സീല് വെച്ചുകൊണ്ട് അഡ്വർടൈസ് ചെയ്യുക. അതായത് സീല് ആ പ്രോഡക്റ്റിൽ വെക്കും. അപ്പോൾ ആ പ്രോഡക്റ്റ് ചെല്ലുന്ന ആൾക്കാർക്കൊക്കെ ഇന്ന് നമ്മൾ ISI മുദ്ര എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു അടയാളം അവിടെ ഉണ്ടായിരിക്കും, ഒരു സൈൻ പോലെ അവിടെ ഉണ്ടായിരിക്കും. സോ അറ്റാച്ചിങ് സീൽസ് ഡെഫിനറ്റ്ലി ട്രേഡ് മാർക്ക് എന്ന് എന്താ നമുക്കറിയാം. അതായിരുന്നു ഒരു രീതി എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ വാസ് ടൗൺ ക്രയേഴ്സ്, ആസ് വി മെൻഷൻഡ്, ടൗൺ ക്രയേഴ്സ് ഓർ സ്ട്രീറ്റ് കോളേഴ്സ് ഓർ ബെൽമാൻ. ആൻഡ് തേർഡ് വൺ ഇസ് സൈൻ ബോർഡ്സ്. വിവിധ തരത്തിലുള്ള ആൾക്കാരുടെ ഷോപ്പുകളുടെ മുന്നിൽ ആ കടയുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടുള്ള സൈൻ ബോർഡ്സ്. ദേ യൂസ്ഡ് സൈൻ ബോർഡ്സ്. So these were the 3 basic techniques used before the pre-printing period, and after printing we know that advertisement, or in modern times we know that with the advent of newspapers and magazine, ഒത്തിരി ന്യൂസ് പേപ്പേഴ്സും മാഗസീൻസും പ്രിൻറ്റിങ് വന്നതോടുകൂടെ ഈ പറയുന്ന ടെക്നിക്സിലൂടെയൊക്കെ ആളുകളിലേക്ക് പരസ്യരൂപേണ പ്രോഡക്ട്സിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ എത്താനായിട്ട് തുടങ്ങി. പ്രോഡക്ട്സ് മാത്രമല്ല, എന്തൊരു ഐഡിയ പറയണമെങ്കിലോ എന്തൊരു കാര്യം പറയണമെങ്കിലോ അതൊക്കെ എത്തിക്കുന്നതിന് മാർഗ്ഗങ്ങളായിട്ട് പ്രിൻറ്റിങ്ങിന് ശേഷം ന്യൂസ് പേപ്പർ മാഗസീൻസും ഒക്കെ മുന്നോട്ട് വന്നു. ആൻഡ് ആഫ്റ്റർ ദിസ് പ്രിൻറ്റിങ് റേഡിയോ വിഷ്വലായിട്ട് ഓഡിയോ ആയിട്ടുള്ള റേഡിയോയുടെ വരവോടുകൂടെ, ദെൻ ഓഡിയോ വിഷ്വൽ ആയിട്ടുള്ള ടെലിവിഷൻ്റെ വരവോടുകൂടെ, ആൻഡ് വി ക്യാൻ സീ വെൻ ഇൻ്റർനെറ്റ് ഓർ വെബ്, we had taken a huge step, or we had galloped from this ancient techniques to new realms of advertising technology and all that. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3D ഒബ്ജക്ട്സും ഡിഫറെൻ്റ് ആയിട്ടുള്ള ലേഔട്ടും സൗണ്ടും ഗെസ്റ്റേഴ്സൊക്കെ വെച്ചുകൊണ്ട് ഇത്ര പ്രോഗ്രസീവായിട്ടൊരു ഫിലിം മേക്കിംഗ് പോലെ അഡ്വർടൈസ്മെൻറ്റിൽ നിന്ന് മാറ്റുന്ന അത്രയും ചാലഞ്ചിങ് ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ളൊരു ഫീൽഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. So that's all about the history of advertising. It dates back to Egyptian civilization, where they used papyrus to make sales messages and wall posters. The pharaohs used them as public pronouncements. Public pronouncements means public declarations. These public pronouncements are found in the ruins of ancient Greece, Rome, in the lands of Arabia, India and South America. അപ്പോൾ ഈ പറയുന്ന പോലുള്ള ഡിക്ലറേഷൻസ് ഇതുപോലുള്ള പല ആളുകൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചൈനയിലാണെങ്കിൽ ഓറൽ അഡ്വർടൈസ്മെൻറ്റ് വഴി, ഇന്ത്യയിലാണെങ്കിൽ വാൾ പെയിൻറ്റിങ് വഴി, അറേബ്യയിലും പോംപെയിലും ഒക്കെ ആണെങ്കിൽ കൊമേഴ്ഷ്യൽ മെസ്സേജസിനും പൊളിറ്റിക്കൽ ക്യാമ്പയിൻസിനും ഒക്കെ വേണ്ടിയിട്ട്, ഏൻഷ്യൻ റോം ഗ്രീസിലൊക്കെ ആണെങ്കിൽ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് ആഡുകളായിട്ട് പാപ്പിറസിൽ, അങ്ങനെയൊക്കെ പല ആളുകളും പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പല മീഡിയത്തിലൂടെ, സം യൂസ്ഡ് പേപ്പർ, സം യൂസ്ഡ് ഓറലി, സം യൂസ്ഡ് വാൾസ് ത്രൂ പെയിൻറ്റിങ്, അങ്ങനെയാണ് പണ്ടത്തെ അഡ്വർടൈസിങ് രീതി നമ്മൾ കാണുന്നത്. The wall paintings, sculptures and the old wonders of the world can be considered as the oldest form of advertising. ഈ ഓൾഡ് വണ്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള ഒബ്ലിക്സുകളൊക്കെ തന്നെയും അല്ലെങ്കിൽ നാമ പാലറ്റൊക്കെ അന്നത്തെ കിങ്ങിനെ വർഷിപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അഡോൺ ചെയ്യുന്നതിന് തുല്യമായിട്ടും കൂടിയിട്ടാണ് അവർ ആ നാമ പാലറ്റിലൊക്കെ അഡ്വർടൈസ്മെൻറ്റ് കൊണ്ടുവന്നതെങ്കിലും ലേറ്റർ ഇറ്റ് ഹാഡ് ചേഞ്ച്ഡ് ഇൻ ടു വണ്ടേഴ്സ് ഓർ ഓൾഡ് വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ്. അതത്രയും ഭാരമുള്ള, അത്രയും ഉയരമുള്ള സ്കൈ സ്ക്രേപ്പേഴ്സിൻ്റെ അത്രയും ഏകദേശം ഉയരമുള്ള വലിയ സ്തൂപങ്ങൾ അവർ എത്ര ഡിഫിക്കൽട്ടായിട്ട് സ്ഥാപിച്ചു, അതിലവർ ക്ലേ കൊണ്ട് ഇങ്ങനെ അഡ്വർടൈസ്മെൻറ്റ്സ് എൻഗ്രേവ് ചെയ്ത് വെച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതൊക്കെ ഇന്ന് വണ്ടേഴ്സായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ദീസ് ആർ ദ ഓൾഡസ്റ്റ് ഫോം ഓഫ് അഡ്വർടൈസിങ്. ദ സ്റ്റോൺ പില്ലേഴ്സ് ഓഫ് എംപറർ അശോക വർ യൂസ്ഡ് ടു പ്രൊപ്പഗേറ്റ് ബുദ്ധിസം. Wow. Now advertising has branched into the great tree of products and services. Advertising has revolutionized the concept of traditional marketing. Men and women of exceptional talent with well-furnished minds can create revolution in marketing by creating powerful, captivating ads which display their power of analysis, imagination and sense of reality. Just think about nowadays, just think about the ads of present day. ഒരു പ്രോഡക്റ്റിൻ്റെ തന്നെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള നെക്സ്റ്റ് പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ
ഏതൊരു സെലിബ്രിറ്റീനെ കൊണ്ടുവന്നിട്ട് എത്രയും മനോഹരമായിട്ട് എത്രയും ക്രിയേറ്റീവായിട്ടായിരിക്കും ആ ആഡ് ചെയ്യാന്നുള്ളത് നമ്മളെ ഞെട്ടിച്ച് കളയും. അപ്പോൾ അത്രയും ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ഫീൽഡായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രോഡക്ട്സ് തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ട്, പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി നിലനിർത്തണം, അറ്റ് ദ സെയിം ടൈം അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റും സെയിൽസ് പ്രൊമോഷനും അതും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകാന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. ഇറ്റ്സ് റിയലി എ ഡിഫിക്കൽട്ട് ടാസ്ക്, എസ്പെഷ്യലി ഇൻ ദിസ് പെർട്ടിക്കുലർ വേൾഡ്. ഇന്നൊരു പരസ്യം ഇറങ്ങുകയാണെങ്കിൽ നാളെ ആ പ്രോഡക്റ്റിനെ വിമർശിച്ചുകൊണ്ട് അടുത്ത അതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ റൈവൽ കമ്പനി അവർ വേറൊരു മികച്ച പരസ്യം മികച്ച ഒരു കഥാപാത്രത്തിനെ കൊണ്ട് അവതരിപ്പിക്കുന്നു. David Ogilvy, the most sought-after wizard in advertising business, says that he does not regard advertising as an art form but as a medium of information. In his monumental work on advertising, he gives an interesting anecdote of Askins and Demosthenes to argue that good advertisements should induce the consumer to buy the product. When Askins spoke, people remarked how well he spoke, and when the latter spoke, they said, "Let us march against Philip." Ads similarly should be persuasive. So, വേൾഡിലെ ഏറ്റവും വിസാർഡ് we know, മാന്ത്രികൻ, പരസ്യകലയിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ഡേവിഡ് ഒഗിൽവിയുടെ ആ ഒരു കോൺസെപ്റ്റ് ഇവിടെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ അഡ്വർടൈസ്മെൻറ്റ് ഇറ്റ് ഷുഡ് ഇൻഡ്യൂസ് ദ കൺസ്യൂമർ ടു ബൈ ദ പ്രോഡക്റ്റ്. ദാറ്റ് മച്ച് പെർസ്വേസീവ് ആയിരിക്കണം. ആൻഡ് അഡ്വർടൈസ്മെൻറ്റ് ഷുഡ് ബി ദാറ്റ് മച്ച് പെർസ്വേസീവ് ടു മേക്ക് ദ കൺസ്യൂമർ ടു ബൈ ദ പ്രോഡക്റ്റ്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാദർ ഓഫ് മോഡേൺ അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത് തോമസ് ജെ ബാരത്തിനെയാണ്. തോമസ് ജെ ബാരറ്റ് ഹീസ് ഫ്രം ലണ്ടൻ. ഹീ ഈസ് കോൾഡ് ആസ് ദ ഫാദർ ഓഫ് മോഡേൺ അഡ്വർടൈസിംഗ് ആൻഡ് ഹിസ് പ്രോഡക്റ്റ് which is a very familiar product for us, that is Pear's soap. അദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ള ഒരു അജണ്ട എന്ന് പറയുന്നത് ഹി യൂസ്ഡ് ടാർഗറ്റഡ് സ്ലോഗൻസ്, ഇമേജസ് ആൻഡ് ഫ്രേസസ്. ഫേമസ് ആയിട്ടുള്ള പെയിൻറ്റിങ്സിലൊക്കെ ഈ പറയുന്ന പിയേഴ്സ് സോപ്പിനെ പണ്ട് രാജാ രവിവർമ്മ ഫോറിനേഴ്സിനെ പ്രീതിപ്പെടുത്താനായിട്ട് ഹിയർ കംസ് പപ്പ എന്ന് പറഞ്ഞ പെയിൻറ്റിങ്ങിൽ ഒരു ഡോഗിൻ്റെ ഇമേജ് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ച പോലെ ഇദ്ദേഹവും ഫേമസ് ആയിട്ടുള്ള പെയിൻറ്റിങ്ങിൽ ഒരു കുട്ടിയുടെ അടുത്ത് പിയേഴ്സ് സോപ്പും കൂടെ പെയിൻറ്റ് ചെയ്ത് ചേർത്തിട്ട് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ വളരെ അപ്പീലിംഗ് ആയിട്ടുള്ള വളരെ അറ്റൻഷൻ സീക്കിംഗ് ആയിട്ടുള്ള ഒരു പിക്ചർ ഇമേജോട് കൂടെ അതിനോടൊപ്പം തന്നെ പിയർ സോപ്പ് കുളിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇന്ന് പിയർ സോപ്പിട്ട് കുളിച്ചോ എന്ന് ചോദിക്കുന്ന ഒരു തരത്തിലാണ് പരസ്യം പോകുന്നത്. അപ്പോൾ ആ സോപ്പിട്ട് കുളിച്ചില്ലെങ്കിൽ നമ്മൾ ഒരു ഡേ തുടങ്ങിയിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ അത്രയും പവർഫുൾ ആയിട്ടുള്ള ക്യാച്ചി ആയിട്ടുള്ള സ്ലോഗൻസൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹം അന്നത്തെ കാലത്ത് പരസ്യങ്ങൾ ചെയ്തിരുന്നതെന്നർത്ഥം. മൂവിങ് ഓൺ ടു ദ ഡിഫറെൻറ്റ് ഡെഫിനേഷൻസ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്. Ads are powerful states of human communication. Advertising is paid, non-personal communication from an identified sponsor using mass media to persuade or influence audience. It is a public pronouncement to advertisement, to inform or to announce. So, advertisement എന്ന് പറയുന്നത് ഒരു paid, non-personal communication ആണ്. The American Marketing Association, Chicago, defines advertising as any paid form of non-personal presentation of ideas, goods and services by an identified sponsor. നേരത്തെ കണ്ടതിൻ്റെ അതേ ഒരു ആശയം തന്നെയാണ് ഇവിടെയും പറയുന്നത്. So, advertising is non-personal communication of information usually paid for and usually persuasive in nature about products and services through the various media. That is again by Booth's definition. ജോൺ ഇ കെനഡിയുടെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. അഡ്വർടൈസിങ് ആസ് സെയിൽസ്മാൻഷിപ്പ് ഇൻ പ്രിൻറ്റ്. സിഡ്നി ബേൺസ്റ്റെയിൻ്റെ ഡെഫിനിഷൻ, ഇറ്റ് ഈസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഹ്യൂമൻ സെയിൽസ്മാൻ. ക്രിസ് ജാക്കസ് thinks that advertising is the business of creative thinking for commercial advantage. So ഇങ്ങനെയുള്ള കുറേ ഡെഫിനിഷൻസ് വെച്ചിട്ട് നമുക്ക് എന്താണ് അഡ്വർടൈസിങ് എന്നുള്ളത് ഒരു 3, 4, 5 വാക്യത്തിൽ പറയുകയാണെങ്കിൽ it is a forceful communication which promotes the sale of goods, images, ideas, though information and persuasion. Just think for a moment how much we had compelled our parents to buy some products by seeing the advertisement when we were a kid. ചെറുപ്പത്തിലൊരു പരസ്യം കണ്ടിട്ട് എത്ര പേര് പാരൻസിനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരിക്കും. എനിക്ക് ഇന്ന പ്രോഡക്റ്റ് വേണം, എനിക്ക് കോക്ക് വേണം, എനിക്ക് ഇന്ന ക്രീം ബിസ്ക്കറ്റ് വേണം, എനിക്ക് ഇന്ന സ്കൂബിഡയുടെ ബാഗ് വേണം, എനിക്ക് ഇന്ന കുട വേണം, പോപ്പിക്കുട വേണം, ജോൺസ് കുട വേണം എന്നൊക്കെ പറഞ്ഞ് എത്ര പേര് വാശി പിടിച്ചിട്ടുണ്ടാവുമെന്ന് ചിന്തിക്കുക. അത്രമാത്രം പെർസ്വേസീവാണ്. കിൻഡർ ജോയ് എന്ന് പറയുന്നൊരു പ്രോഡക്റ്റ് കഴിക്കാത്ത അല്ലെങ്കിൽ ടി വി കണ്ടിട്ട് കിൻഡർ ജോയ് കഴിക്കാത്തൊരു കുട്ടികൾ എത്ര പേരുണ്ടെന്ന് വളരെ കുറച്ച് പേരെ ഉണ്ടായിരിക്കുള്ളൂ. ബാക്കി എല്ലാവരും ഈ പ്രോഡക്റ്റ് കഴിച്ചിട്ടുണ്ടായിരിക്കും ലൈഫിൽ ഒരിക്കലെങ്കിലും. ബിക്കോസ് അത്രമാത്രം പെർസ്വേസീവാണ് അതിൻ്റെ ഓരോ ആഡുകളും. ഓർ ഡയറി മിൽക്ക് ഓർ ജെംസ്, അല്ലേ? പ്രായം എത്രയായാലും കൊതി തീരാത്ത ജെംസിൻ്റെ പരസ്യം കാണുമ്പോൾ ഈ പ്രായത്തിൽ നമ്മളൊരു ജെംസിൻ്റെ സാഷെ വാങ്ങി ചിലപ്പോൾ കഴിച്ചു എന്നിരിക്കും. ഇറ്റ് ഈസ് എ പെർസ്വേസീവ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ പബ്ലിക്.
moves in one direction from the advertiser to the public. It is like a monologue. It's non-personal. So നമ്മളോട് സംസാരിക്കുന്ന വ്യക്തി നമ്മുടെ മുന്നിലില്ല, ബട്ട് ഇറ്റ് സ്റ്റിൽ കമ്മ്യൂണിക്കേറ്റ് സംതിങ് ടു അസ്. അതുകൊണ്ടാണ് അതിനെ നോൺ പേഴ്സണൽ എന്ന് വിളിക്കാൻ കാരണം. ത്രൂ എ മീഡിയം, ഐദർ ത്രൂ പ്രിൻറ്റഡ് വേർഷൻ ഓർ ത്രൂ സം കൈൻഡ് ഓഫ് വിഷ്വൽ ഓർ ഓഡിയോ, സൗണ്ട്, ലേ ഔട്ട്, പിക്ചേഴ്സ്, ആക്ഷൻസ് ആൻഡ് ഓൾ ദാറ്റ്. അപ്പോൾ തൊട്ട് മുന്നിൽ ആളില്ലാതെ, ഡയറക്റ്റ് അല്ലാതെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ നോൺ പേഴ്സണൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ മോണോലോഗ് എന്ന് വിളിക്കുന്നത്. സ്റ്റിൽ ഇറ്റ് ഹാസ് ഗോട്ട് എൻ ഐഡൻറ്റിഫൈഡ് സ്പോൺസർ. സോ ദ സ്പോൺസർ ഇറ്റ് ഇസ് ഐഡൻറ്റിഫൈഡ്, ബട്ട് ദറ്റ് കമ്മ്യൂണിക്കേഷൻ ഇറ്റ് ഇസ് നോൺ പേഴ്സണൽ. Okay, advertising has been historically the most dominant and powerful communication choice for all companies. The greatest advantage is that it is used to reach large audience. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പോയിൻ്റായിട്ട് ഓർത്ത് വയ്ക്കേണ്ട പോയിൻറ്റ്സ് ആണ്. ഫസ്റ്റ് വൺ ഇസ് ടു റീച്ച് ലാർജ് ഓഡിയൻസ്. ഒത്തിരി ആളുകളിലേക്ക് എത്തും. നമ്മൾ ഒരു വലിയൊരു ജംഗ്ഷനിൽ ഒരു ഹോർഡിംഗ് വെക്കുകയാണെങ്കിൽ വി ക്യാൻ സീ ദ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് ഇൻ ദ കമ്മിങ് ക്ലാസ്സസ് ആൻഡ് ഓൾ ദാറ്റ്. ബിൽ ബോർഡ്സും ഹോർഡിങ്ങും എന്തൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എനിവേ നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, പണ്ട് മൂവീസിൻ്റെ ഹോർഡിങ്ങുകളൊക്കെ വെക്കുന്ന പോലെ ഇന്ന് പല ടി വി സീരിയൽസിൻ്റെ അല്ലെങ്കിൽ പല കളികളുടെ, ഫുട്ബോൾ, ക്രിക്കറ്റ്, അതിൻ്റെയൊക്കെ വലിയ ഹോർഡിങ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്നുകിൽ വലിയ വലിയ ബസ് സ്റ്റാൻഡുകളിലോ അല്ലെങ്കിൽ ബസ്സുകൾ തിരിയുന്ന വലിയ ജംഗ്ഷനുകളിലോ ഒക്കെ ആയിട്ട് യു ക്യാൻ സീ ദീസ് ഹ്യൂജ് ഹോർഡിങ്സ് റിഗാർഡിങ് സീരിയൽസ് ഓർ റിയാലിറ്റി ഷോസ് ആൻഡ് ഓൾ ദാറ്റ്. സോ അത്രമാത്രം ഡെവലപ്ഡായി കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു മേഖല. സോ അത് അത്രമാത്രം ആളുകളിലേക്കും എത്തുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിയേറ്റ് ബ്രാൻഡ് അവയർനെസ്. ഒരു പ്രോഡക്റ്റ് കാണുമ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ ക്യാപ്ഷൻ എന്താണെന്നും ആ പ്രോഡക്റ്റിൻ്റെ കളർ എന്താണെന്നും ആ പ്രോഡക്റ്റിൻ്റെ സിമ്പിൾ എന്താണെന്നും ഒക്കെ ഈസി ആയിട്ട് ഒരാൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ബിക്കോസ് അത്രമാത്രം നമ്മൾ റിപ്പിറ്റേറ്റീവായിട്ട് ആ പ്രോഡക്റ്റിനെ കുറിച്ച് പരസ്യങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മൊബൈൽ തുറന്ന പരസ്യം, ടി വി തുറന്ന പരസ്യം, ഇൻ്റർനെറ്റ്, കമ്പ്യൂട്ടർ ഓൺ ചെയ്ത പരസ്യം, റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ പരസ്യം, ന്യൂസ് പേപ്പർ തുറന്നാൽ അതേ പരസ്യം. സോ ഇതിങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മുടെ മുന്നിലൂടെ ഡിഫറെൻറ്റ് സോഴ്സസിലൂടെ നമ്മിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രമാത്രം നമ്മളെ ഒരു സെയിൽസ്മാൻ പിന്നാലെ നടന്നത്. നേരത്തെ ജോൺ ഇ കെനഡിയുടെ ഡെഫിനിഷൻ പറഞ്ഞത്, അല്ലെങ്കിൽ സിഡ്നി ബേൺസ്റ്റീൻ്റെ ഡെഫിനിഷൻ പറഞ്ഞതുപോലെ ഇറ്റ് ഇസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ഹ്യൂമൻ സെയിൽസ്മാൻ. ഹ്യൂമൻ സെയിൽസ്മാൻ പിന്നാലെ നടന്ന് ചേച്ചി ഇത് വാങ്ങിക്കൂ, ചേച്ചി ചേട്ടാ ഇത് വാങ്ങിക്കൂ എന്ന് പറയുന്നതിന് തുല്യം തന്നെയാണ് ഇന്ന് അഡ്വർടൈസ്മെൻറ്റ് ഇത്രയധികം മീഡിയത്തിലൂടെ നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് അഡ്വർടൈസ്മെൻറ്റിൻ്റെ വിസാർഡ് എന്നറിയപ്പെടുന്ന ഡേവിഡും പറഞ്ഞത്, ആൻ അഡ്വർടൈസ്മെൻറ്റ് ഷുഡ് ബി പെർസ്വേസീവ്. ഇറ്റ് മസ്റ്റ് പെർസ്വേഡ്, പ്രലോഭിപ്പിക്കണം, ആൾക്കാരെ പ്രേരിപ്പിക്കണം അത് വാങ്ങിക്കാനായിട്ട്. Help differentiate a brand from its competitors and builds a brand image for the product. Advertising and promotion are an integral part of our social and economic system. It is powerful as it has the ability to deliver carefully planned and prepared promotional messages to target audiences. That is important. വളരെയധികം കെയർഫുള്ളി പ്ലാൻഡ് ആണ്, പ്രിപ്പയർഡ് ആണ്. It gives promotional messages regarding that product. ആർക്ക്? To target audiences. ഏത് ടൈം ആയാലാണ് ഏത് പരസ്യങ്ങൾ കൂടി വരിക എന്നുള്ളത് ചിന്തിച്ച് നോക്കുക. സ്കൂൾ തുറക്കാറാകുമ്പോൾ വി ക്യാൻ സീ ദ ആഡ്സ് ഓഫ് ഡിഫറെൻറ്റ് ബോൾ പെൻസ്, ബാഗ്സ്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലാണെങ്കിൽ അംബ്രലാസ്, ഇതിൻ്റെയൊക്കെ റെയിൻ കോട്ട്സ്, ഇതിൻ്റെയൊക്കെ പരസ്യങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കും. വിൻ്റർ ആണെങ്കിൽ വിൻ്റർ കെയറുമായി ബന്ധപ്പെടുന്ന തരത്തിലുള്ള ക്ലോത്ത്സ് അല്ലെങ്കിൽ അതുപോലുള്ള ക്രീമുകൾ, ലോഷൻസ്, ബോഡി വാഷ്, ബോഡി കെയർ പ്രോഡക്ട്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കും. അതുപോലെ സമ്മർ ആണെങ്കിൽ സമ്മറുമായി ബന്ധപ്പെടുന്ന തരത്തിലുള്ള ഡിഫറെൻറ്റ് ഡ്രിങ്ക്സിൻ്റെ പരസ്യങ്ങൾ, ഫ്രൂട്ട് ജ്യൂസസ്. അപ്പോൾ ഓരോ ടൈമിലാണെങ്കിലും ആ ടൈമിനനുസരിച്ച് ഏത് ആളുകൾക്കാണെന്നുള്ളതും കൂടെ നോക്കുക. ഇപ്പോൾ പല എനർജി ഡ്രിങ്കുകളും ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ ചെറിയ കുട്ടികളാണ് എനർജി ഡ്രിങ്ക് ഉപയോഗിച്ചതെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ചില എനർജി ഡ്രിങ്കുകൾ അതിൽ നിന്നൊക്കെ മാറി പ്രായമായ പുരുഷന് ഉപയോഗിക്കാൻ പറ്റുന്ന, എൽഡറായിട്ടുള്ള മെയിലിന് ഉപയോഗിക്കാൻ പറ്റുന്ന, അവരുടെ എല്ല് വളർച്ചയ്ക്കും എല്ല് തകർച്ച തടയുന്നതിനുമൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന എനർജി ഡ്രിങ്ക്. ഒരു വിമൻ വെൻ ഷീ എൻറ്റേഴ്സ് ഇൻ ടു ഓർ വെൻ ഷീ ഈസ് 30+, അവൾ സോഫ തള്ളുകയാണ്. സോഫ തള്ളുമ്പോൾ അവൾക്ക് മനസ്സ് സമ്മതിക്കുന്നുണ്ട്, പക്ഷേ ബോഡി സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ പ്രൊമോട്ട് ചെയ്യാണ്, അവിടെ പെർസ്വേഡ് ചെയ്യാണ്. ദ ലേഡി ഷുഡ് ബൈ ദിസ് പ്രോഡക്റ്റ്.
അത് ആ എനർജി ഡ്രിങ്കിൻ്റെ തന്നെ വേറൊരു വേരിയേഷനാണ്. ഹോപ്പ് യു വുഡ് ഹാവ് അണ്ടർസ്റ്റുഡ് വിച്ച് എനർജി ഡ്രിങ്ക് ഐ ആം മെൻഷനിങ് ബിക്കോസ് ദ അഡ്വർടൈസ്മെൻറ്റ് ഇസ് റണ്ണിങ് നൗ. ഓക്കെ, സോ ഒരു കാര്യത്തിൻ്റെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേർഷൻസിനെ എത്ര മനോഹരമായിട്ടാണ് അവർ, എത്ര ക്രിയേറ്റീവായിട്ടാണ്, എത്ര പെർസ്വേസീവായിട്ടാണ്. അത് ഒരു അസുഖമില്ലാത്ത ആൾ പോലും ഇഫ് ഷീ ഓർ ഹീ ഈസ് 30+, ദേ വിൽ ഡെഫിനറ്റ്ലി ഗോ ആൻഡ് ബൈ ദറ്റ് പ്രോഡക്റ്റ് അല്ലേ. കാരണം ഈ പരസ്യം കണ്ടിട്ട് ഒരു കാര്യമില്ലെങ്കിലും അത് വരാതിരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പോയിട്ട് അത് വാങ്ങിക്കും. അപ്പോൾ അത്രമാത്രം ടാർഗറ്റഡ് ആണ് ഓരോ ഓഡിയൻസിനും. കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ അവർ പാരൻസിനെ പ്രൊമോട്ട് ചെയ്യും, ഹസ്ബൻഡ്സ് കണ്ടു കഴിഞ്ഞാൽ ഭാര്യനോട് വാങ്ങിക്കാൻ പറയും, ഭാര്യ കണ്ടു കഴിഞ്ഞാൽ ഭർത്താവിനോട് വാങ്ങിക്കാൻ പറയണം എന്നൊക്കെ തരത്തിൽ തോന്നിപ്പിക്കുന്ന ടാർഗറ്റഡ് ആയിട്ട് പ്ലാൻഡ് ആയിട്ടാണ് ഓരോ അഡ്വർടൈസ്മെൻറ്റും ഇറങ്ങുന്നത്. കമ്പനീസ് റേഞ്ചിങ് ഫ്രം ലാർജ് മൾട്ടിനാഷണൽ കമ്പനീസ് ടു സ്മോൾ റീറ്റെയിലേഴ്സ് റിലൈ ഓൺ അഡ്വർടൈസിംഗ് ടു ഹെൽപ്പ് ദം മാർക്കറ്റ് their products. The term persuasive stands to reason out how it influences people to take a decision when it comes to buying a product. As we all know, products are things which the advertiser wants the consumer to buy. ഇപ്പോൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അടുത്തൊരു ഭാഗത്തേക്ക് വരുന്നത്. I think it would be a bit longer when I move on to that topic. So let's discuss that in the next class. Till then, all of you take care. Just go through this chapter, read these portions which I had taken. See you in the next class. Till then, take care, be strong and be healthy. Watch more and more advertisement and just think about it. See you. Thank you. Bye-bye.